പെണ്ണിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഞാൻ പുറത്തു പോയതെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ പിന്നാലെ പോയതുകൊണ്ടാണ് പുറത്ത് പോയതെന്ന് തോന്നില്ല പറയുമ്പോൾ ശരിക്കും പിന്നാലെ പോയെന്ന് തോന്നുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. പുറത്തു പോവായിരുന്നു ഗബ്രിക്ക് എന്ത് തോന്നുന്നു? നോമിനേഷൻ നിന്റെ കാര്യത്തിൽ തീരുമാനം. അങ്ങനെയെങ്കിൽ പുറത്താവുന്ന ഒരു പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലൊരു കോമ്പറ്റീഷൻ പവർ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ ഒരു മൂടൊന്നും ഇല്ലേ ശരിക്കും ഗബ്രിക്ക്? ഗബ്രി ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് അവിടെ 100 ദിവസം നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. താല്പര്യമില്ല, നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. ഗബ്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗബ്രിയുടെ കുറെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ ആഗ്രഹിച്ച ടഫ് ആയിരിക്കണം, ആര് പറഞ്ഞാലും ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കരുത്. എനിക്ക് അടുത്തൊരു ദിവസം എങ്ങനെയാന്ന് ഒരു ഇതിൽ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാളിപ്പോ പറയുന്നത് എന്നാ ഞാൻ ഈ ടാസ്ക് വരുന്നതെന്ന് ആലോചിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. കിടക്കുന്ന സ്ഥലം നല്ല വൃത്തിയുള്ള തണുപ്പുള്ള ഒരു സ്ഥലം വേണം, വൃത്തിയുള്ള ഒരു ബാത്റൂം വേണം. ഞങ്ങൾ അവനെ വളരെ കുലീനമായിട്ടാ വളർത്തിയിരിക്കണേ. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇത്രയും നീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വൃത്തിയുള്ള സ്ഥലം വേണം എന്ന് പറയുമ്പോൾ ഈ സഹമത്സരാർത്ഥികൾ കൂടി ഇത്രത്തോളം വൃത്തി ഉണ്ടായിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഇതാ കോഴിക്ക് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുകയെന്ന് പറയുന്നത്. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ ആഗ്രഹം അത് അവര് വൃത്തിയുണ്ടോ ഇല്ല എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, പേഴ്സണൽ ചോയ്സ് ആണ്. അല്ല അവൾക്കൊരു വൃത്തില്ലടാ, നേരം മൂക്കില് തുപ്പ. സഹമത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് അത്തരത്തിലൊരു വൃത്തിയില്ലായ്മ വരുമ്പോ അതിനെ പ്രതികരിക്കുക എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആധാർ കാർഡ് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ? ഈ ചായയിൽ തുമ്മുന്നത് വിഷയമാണോ? ഞാൻ ചായ കുടിക്കാറില്ല. ഇല്ല, അതുകൊണ്ട് വിഷയമല്ല. എനിക്ക് അല്ല, വിഷയം തന്നെയാണ്, അത് റോങ് ആണ്. ചായയിലേക്കാണ് തുമ്മിയിട്ടുള്ളതെങ്കിൽ അത് മനഃപൂർവ്വമാണെങ്കിൽ അത് റോങ് ആണ്. അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. അബദ്ധവശാൽ തുമ്മിയ ചായ കളയാതിരുന്നതാണ് റോങ്. തുമ്മുന്നത് ഒരിക്കലും റോങ് അല്ല. അങ്ങനെ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാന്നുള്ള ഒരു സംഭവം ഇല്ലേ? ഇതൊരു നടക്ക് പോണ കേസല്ല. ഉണ്ട്. ശരിക്കും അത് തെറ്റായി തോന്നുന്നുണ്ടോ? തെറ്റാണ്. അത് അവിടെ വെച്ച് തന്നെ എല്ലാവരും പറഞ്ഞാണല്ലോ, തെറ്റാണ്. ഗബ്രി സൂചിപ്പിച്ചു അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അവിടെ വെച്ച് ജാസ്മിൻ തുമ്മിയിട്ടുണ്ടെങ്കിൽ അത് ചായയുടെ അകത്തേക്ക് പോകുന്നത് അപ്സര കണ്ടിട്ടുണ്ടെങ്കിൽ 110% അപ്സര പറയും ചായ എടുത്ത് കളയാൻ പറയും. പ്രേമം മനുഷ്യന് അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി ആക്കും. അപ്സര പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ഞാൻ ആ വിഷ്വല് കണ്ടപ്പോഴും ഞാൻ ചായയുടെ അകത്തേക്ക് തുപ്പിടുന്നൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് സ്നീസ് ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. സ്നീസ് ഗബ്രി പുറത്തായപ്പോ ജാസ്മിന്റെ കരച്ചിൽ കണ്ട് ചിരി വന്നത് എനിക്ക് മാത്രമാണോ? ഓരോരുത്തർ എല്ലാവരും കരയുന്നത് ഓസ്കാർ ലെവൽ അഭിനയത്തിൽ കരയണമെന്ന് ഒരു നിർബന്ധമില്ല. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? വെളുപ്പിന് 6:30 മണിക്കാണ് എന്റെ ജനനം. ചിലർ ചിരിക്കുന്ന പോലെ കരയുന്നവരെ എനിക്കറിയാം. എന്റെ സുഹൃത്തുക്കൾ ചിലർ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ലിറ്ററലി അവർ ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇതൊരു പുതിയ അസുഖം. സ്വന്തം ലക്ഷ്യം മറന്ന് ഒരു പെണ്ണിന്റെ പിന്നാലെ പോയ കോമാളി. മനസ്സിലായില്ലേ?